ഒരു കോഴ്സ് കറക്ഷൻ ഉണ്ടാവുന്നില്ല. ഇപ്പോൾ KV അബ്ദുൽ ഖാദർ CPM-ന്റെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി വടക്കാഞ്ചേരി വിഷയത്തിൽ സംസാരിക്കുന്നു. അതിലേക്ക് സഹായിച്ചതിന് ഒരു ന്യായീകരണവും അവർക്ക് പറയാനില്ല. അപ്പോൾ പിന്നെ ഇങ്ങനെ ചില കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമേ അവർക്ക് വഴിയുള്ളൂ. പക്ഷെ ഉറപ്പിച്ച് ഞാൻ പറയാം, ഒരു സ്ഥലത്തും ഈ ജില്ലയിൽ ഒരു സ്ഥാനം നേടാൻ വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയത്തിൻ്റെ ബൈപ്പാസ് ചെയ്ത് ഒരു നിലപാടും ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല. അങ്ങനെ സ്വീകരിക്കരുത് എന്നുള്ള പാർട്ടിയുടെ നിലപാട് പൂർണ്ണമായും ഉയർത്തിപ്പിടിക്കുന്ന സമീപനമാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വടക്കാഞ്ചേരിയുടെ കാര്യത്തിൽ ഇപ്പോൾ നടക്കുന്ന പ്രചാരവേല ശുദ്ധ അസംബന്ധമാണ്. ഒരു തരത്തിലും അതിന് വാസ്തവവുമായിട്ട് ബന്ധമില്ല. എങ്ങനെയാണ് ടാർജറ്റിന് അങ്ങനെ പറയാൻ കഴിയുക? തങ്ങളുടെ ജയിച്ച 8 പേര് അപ്പുറത്ത് പോയിട്ട് അതുപോലെയാണോ? ഞങ്ങളുടെ ഒരാളും ഒരു സ്ഥലത്തും പോയിട്ടില്ല, കൃത്യമായി വോട്ട് ചെയ്തു. UDF-ൻ്റെ ഒരംഗം അയാളുടെ വോട്ട് പിന്നെ വേറെ രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കേണ്ടത് കോൺഗ്രസ്സാണ്. അത് അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള വീഴ്ചയാണ്. ആ രാഷ്ട്രീയമായ വീഴ്ച മറച്ചു വെക്കുന്നതിന് പ്രത്യേകമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഒന്നും വിലപ്പോണ കാര്യമല്ല. അതിന് വസ്തുതയുമായിട്ടും സത്യവുമായിട്ടും ബന്ധമില്ല. അതാണ് അതേക്കുറിച്ച് പറയാനുള്ളത്. അല്ല, കോൺഗ്രസിൻ്റെ സ്വതന്ത്രനായിട്ടുള്ള UDF-ന്റെ സ്വതന്ത്രനായിട്ടുള്ള ഒരാൾ അത് ആ വോട്ട് സംരക്ഷിക്കാനുള്ള ബാധ്യത അവർക്കായിരുന്നു. ഞങ്ങൾ തീരുമാനിച്ചൊരു കാര്യം, BJP-യുടെയോ SDPI-യുടെയോ വോട്ട് നേടി ഒരിടത്തും ജയിക്കേണ്ടതില്ല എന്നാണ്. ഈ വലിയ വീരവാദം മുഴക്കുന്ന ടാർജറ്റിൻ്റെ പാർട്ടി ഇപ്പം എന്താ ചെയ്യണത്? വല്ല വിലയുണ്ടോ ടാർജറ്റിൻ്റെ പ്രഖ്യാപനങ്ങൾക്ക്? ചൊവ്വന്നൂർ SDPI-യുടെ വോട്ട് നേടി ജയിച്ച ആൾ രാജിവെക്കാൻ പറഞ്ഞു, പോയി പണിവെക്കാൻ പറഞ്ഞു. ഇതല്ലേ അവരുടെ സ്ഥിതി. മറ്റത്തൂർ എന്താ സംഭവിക്കുന്നത്? അപ്പോൾ യഥാർത്ഥത്തിൽ സ്വന്തം പാർട്ടിയുടെ നിലപാട് തന്നെ പരസ്യമായിട്ട് തെരുവിൽ അലക്കപ്പെടുമ്പോൾ അതിൽ നിന്ന് വഴിതിരിച്ചു വിടാനുള്ള സംഗതിയല്ലാതെ ഇതിനകത്ത് യാതൊരു വസ്തുതയില്ല. ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ തുറന്ന നിലപാടാണുള്ളത്. ഒരു തരത്തിലുള്ള കുതിരക്കച്ചവടവും വോട്ട് വാങ്ങലും ഞങ്ങളെ സംബന്ധിച്ച് ഉണ്ടായിട്ടില്ല. ആ കാര്യം വളരെ കൃത്യമാണ്. അതിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. ഇപ്പോൾ CPM-ന്റെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ വിശദീകരിച്ചത് തൃശ്ശൂർ വടക്കാഞ്ചേരിയിലെ തെരഞ്ഞെടുപ്പ് കോഴ ആരോപണത്തെക്കുറിച്ചാണ്. ആ വാർത്ത ഇങ്ങനെയാണ്: തൃശ്ശൂർ വടക്കാഞ്ചേരിയിൽ തെരഞ്ഞെടുപ്പിന് പിന്നാലെയാണ് കോഴ വിവാദം ഉണ്ടായത്. LDF-ന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ 50 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തു എന്നാണ് ആരോപണം. ലീഗ് സ്വതന്ത്രനായി മത്സരിച്ച ജാഫർ മാസ്റ്ററുടെ ശബ്ദരേഖ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നു. കൂറുമാറാൻ തനിക്ക് പണം ഓഫർ ചെയ്തിട്ടുണ്ട് എന്ന് ജാഫർ കോൺഗ്രസ് നേതാവിനോട് പറയുന്ന ആ ഓഡിയോ ആണ് പുറത്തു വന്നത്.